അയ്യോ എന്താണ്? മണ്ടോദരി, 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 എന്തുപറ്റി? മണ്ടോദരി, ഏയ് മണ്ടോദരി, ശ്വാസമുണ്ട്, കുഴപ്പമില്ല. മണ്ടോദരി, മണ്ടോ, മണ്ടോദരി, മണ്ടോദരി, എന്തേ? അതാ പിന്നെയും പോയാ? മണ്ടോദരി, 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 റബ്ബുലാലമീനായ തമ്പുരാനെ എന്താ നമുക്ക് ഇവിടെ? ഞാൻ ഒന്നും കാട്ടിയിട്ടില്ലാന്ന്. ഈ ഒന്നും കാട്ടിട്ടേ ഇജ്ജെന്തിനങ്ങോട്ട് വന്നേ? ഞാൻ പത്രടാൻ വേണ്ടി വന്നാണ് കാക്ക. പത്രമല്ല വീടിന്റെ അകത്താ? ഇല്ലാന്ന്, പത്രടാൻ വേണ്ടി വന്ന സമയത്ത് ഇതിനോട് ഭയങ്കര ബഹളം കേട്ടു. അതെ മോളെ മണ്ടോദരി, മണ്ടോദരി എന്താ കാട്ടിയതെന്ന് പറയും. ഞാൻ ഒന്നും കാട്ടിയിട്ടില്ലാന്ന്. ഞാൻ ബോധം കിട്ടി കിടക്കണ് ഇവിടെ വന്നപ്പോ. ബോധിച്ച് അങ്ങോട്ട് വന്നു ബോധം കേട്ടാ പോമ്പടഞ്ഞാത്താണ്. വീട്ടിലാളില്ലാത്ത സമയത്ത് ചന്ദ്രൻ അങ്ങോട്ട് കയറിയത്. മോളെ നിലവിളി കേട്ട കയറി നോക്കണ്ടേ? റബ്ബേ, നാട്ടുകാരറിഞ്ഞെന്ത് മണ്ടോതിരെ വിളിച്ചോക്കാൻ ഉണ്ണിയെ വിളിച്ചിട്ട് എന്താ പ്യാരിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങട് വായോ. വരാൻ പറയും. പ്യാരിന്റെ അടുക്ക് ഓന്റെ അടുക്ക് വാ, വേഗം വാ. വന്നിട്ട് പറയണത് എല്ലാ കാര്യങ്ങള്. വേഗം ഇങ്ങട് പാടാ, ഇവിടെ ആ കിടക്കറായിട്ട്. നിങ്ങള് സാവധാനത്തിൽ പറഞ്ഞ പോലെ സാവധാനം, എന്റെ സാവധാനം ഞാൻ കാണിച്ചു തരാം. എന്താ കാട്ടിയേ? ഈ സത്യസന്ധമായിട്ട് പറഞ്ഞ നാട്ടുകാർ അറിയില്ല. സത്യസന്ധമായിട്ട് ജിന്നോട് പറഞ്ഞ നാട്ടുകാർ. മോളെ ഒരു കാര്യം എന്തെങ്കിലും ഉദ്ദേശിച്ച് ഒരു പെണ്ണോട്ട് ഇവിടെ ഉള്ള ഒരു കുടുംബത്തിലുള്ളൊരു ഉള്ള സ്ഥലത്ത് എന്നോടാണ് ഈ വീടിന്റെ അകത്ത് കയറിയാൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പത്രടാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഇതിനോട് കരച്ചിൽ കേട്ടു. അപ്പൊ ഞാൻ വന്ന് നോക്കിയതാണ്. അപ്പൊ ഈ സ്ത്രീ ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. കോളോട് ചോദിച്ചാൽ അജ്ജ് പറഞ്ഞേക്ക് വിശ്വസിച്ച് ഞാൻ വരുമ്പോ കണ്ട കാഴ്ച അതല്ല. ഞാൻ കണ്ട കാഴ്ച അതെ. ആരോടൊക്കെ പറഞ്ഞു ഏതാ എനിക്ക് വയസ്സ് എത്രയും തന്നെ ഞാൻ എല്ലാ സംഗതി കറിയാ കണ്ടറിയാം. ഇത്തിരി വെള്ളെടുത്തണ്ടോ? ഇത്തിരി വെള്ളെടുത്തണ്ട. എന്ത് പോയി അടുത്തണ്ടോ നമുക്ക്? മണ്ടോതിരിയേ, മണ്ടോതിരിയേ ആളെ കുട്ടിയെ എന്താ അനക്കല്ലോ അല്ലാ ശ്വാസം. അല്ല നിങ്ങളെന്നെ തളിച്ചോളി. അല്ല ഇനിയിപ്പൊ ഞാൻ തളിച്ചിട്ട് ഇനി കുഴപ്പം വരണ്ട. ഇത് പിടിക്ക് ആളെ ആളെ എനിക്ക് നീ വന്ന് മണ്ടോദരി, എനിക്ക് മണ്ടോദരി കോയക്കാണ് എന്താ കരണ്ട കരണ്ട എന്താ കൊല്ലും ഞാൻ. എന്തായി വളെ? എന്താ എന്താ പറഞ്ഞു? തുറന്നു പറഞ്ഞോ? വേണ്ട വേണ്ട പറയണ്ടൊക്കെ മനസ്സിലാവട്ടെ. ഒന്നും പറയണ്ടൊക്കെ മനസ്സിലായി. ഞാനിങ്ങോട്ട് വരട്ടെ. ഞാൻ വന്നിട്ട് പറഞ്ഞാ മതി. വേണ്ട വളച്ച് പറയണ്ടൊക്കെ കേട്ടാളെ റാണിയിലോട്ടെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് കേൾക്കും. എന്താണ് എന്തേ
അവിടെ എന്താണ് ഞാൻ കണ്ട് എന്താ പറഞ്ഞോ പാമ്പ്. പാമ്പ് എവിടെ? എവിടെ പാമ്പ്? എവിടെയാണ്? അവിടെ എന്താ നിങ്ങൾ കാണിക്കണേ? ആരെങ്കിലും വിളിക്കേ. എന്തിനാ ഇത് പിടിച്ച് കുലുക്കണേന്ന്? ആര് വിളിക്കണേ? എന്താ കാണിക്കണേ? എന്റെ കാല് വറക്കണാണ്. കാലാണ്. ആരെങ്കിലും വിളിച്ചേ. എവിടെ പാമ്പ്? എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുക? ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ട് ആ പ്യാരിന്ന് വിളിക്കുന്നു. ആരെ എവിടേക്ക് വിളിക്കണേ? ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. നീ ഒരാളെ വിളിക്കും. കുട്ടിയെ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഇവിടുന്ന് ഇറക്കും. എന്റെ വല്യാണ്. എന്താ കുട്ടിയെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും? ഇജ്ജ് എങ്ങനെ ഇറങ്ങി? ഇജ്ജ് എങ്ങനെ കയറി? ഞാൻ എങ്ങനെ കയറി? എവിടെ പാമ്പിനെ കണ്ടുകൊണ്ടു? അവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ. മാമാൻ ചെഞ്ഞാലും മോഹൻലാൽ സർച്ചന്ദ്രൻ ആൾക്കാരെ വിളിക്കേ. എവിടെ വെച്ച് നമുക്ക് അവിടെ എന്താ വേണ്ടു? എന്താ ഏട്ടാ പാമ്പ് വന്നേട്ടാ. പാമ്പാ? പാമ്പുണ്ടെന്ന്. അതിന് ഇവിടെ എങ്ങനെ പാമ്പ് കയറാനാണ്? അതാ ഞാൻ ആലോചിക്കണേ. എങ്ങനെ പാമ്പ് വരുന്നേ? നീ അപ്പൊ ഈ വാതിൽ തുറന്ന് വലിത്തിട്ടുണ്ട് പോയാ? ഏട്ടാ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടെന്ന്. പ്യാരിയെ, ഞാൻ സാധാരണത്തെ മാതിരി പത്രടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കുമ്പോൾ മണ്ടോദരിയുടെ നിലവിളി കേൾക്കുന്നതിന് ഞാനും അങ്ങനെ വന്നത്. എന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാ. നോക്കുമ്പോൾ ബോധം കെട്ട് കിടക്കണേ. എന്നിട്ട് ഇതിന്റെ മുകളിൽ കയറി എന്നിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങ്. അതിന് താരല്ലേ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാര്യക്കണോ? ഒരു പാമ്പിനെ കണ്ട് ഇങ്ങനെ പേടിക്കല. ഞാൻ പാമ്പ് ഇഴജന്തുവാന്ന് അത് കേറി വന്നിങ്ങനെ കൊത്തങ്ങില്ല ഇറങ്ങുതായ. എന്നാ പിന്നെ പോയി നോക്കണ നീ. നോക്കുണ്ണി അത് ആ നോക്ക്. വാ. എന്തിനാ നിങ്ങൾ അതിനുള്ള ഒരു പോയി? നീ ശരിക്കും കണ്ടായിനാ? ഞാൻ കണ്ടേട്ടാ. എവിടെ കണ്ടത്? എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ കണ്ടു പോയി. അതങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. വാ. വാ, വാ. നോക്കി പോയാ പാമ്പുണ്ടാ സംഭവമുണ്ട്, വെറുതെ പറഞ്ഞല്ല. നീ ആ പാത്രം അനക്കി നോക്കി. അനക്കി കൈയിടല്ലേ ആ ബാറ്റ് വെച്ചൊന്നും. ഞാൻ പാമ്പിനെ ഞാൻ പിടിക്കും, എനിക്കറിയാം. ഞാൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. നീ കഥാപ്രസംഗം പറയാന്ന് ഒന്ന് അനക്കി നോക്കണത്. ഇടത്ത് ഇറങ്ങിപ്പോടാ. പണ്ട് ഇത് എങ്ങടാ കേറിയത്? നീ മിണ്ടല്ല. എന്റെ അച്ചാച്ചനെല്ലാം പാമ്പ് പിടിച്ചിട്ടാ കൊന്നു. ഒന്നുപോലെ എനിക്ക് പാമ്പിനെ ഞാൻ വിടില്ല. പിടിക്കും ഞാൻ പിടിച്ചുതരാം. കാരണം നമ്മ കൊല്ലേണ്ട ആവശ്യമില്ല. കൈയിടണ്ട, മിണ്ടല്ല. കൈയിടണ്ട. എന്താ സാറും അത് ചായ തിളപ്പിക്ക. നീ അത് അവിടെ വെച്ചിട്ട് ഒന്ന് എടി, ഇത് അനക്കി. പാമ്പിനെ പിടിക്കേണ്ട സാധനമാണത് മോനെ. എവിടെ പോകണമെങ്കിൽ എനിക്ക് പത്രം കാണിക്കേ. പത്തെണ്ണം അവർക്ക് ധൈര്യമില്ല. അല്ല ഞാൻ ഇവിടെ ഒന്നുമില്ല, നിനക്ക് തോന്നിയതാണെന്ന്. ഞാൻ കണ്ടു പേരേട്ടാ. കണ്ടാ ഉണ്ണി? ആ സിലിണ്ടർ മാറ്റി നോക്കിയേ. ഞാൻ പോവാ. പോലെ പോലെ ഫോണിൽ എവിടെ ഉണ്ട്? ഫ്രിഡ്ജിന്റെ അടി, ഈ ഭാഗത്തൊക്കെ അറിയാം. ചൂടിക്കയറൊക്കെ തോന്നിയായിരിക്കും പാമ്പ്. നീ നോക്കിക്കോടെ, ഞാനിവിടെ ഉണ്ടല്ലോ. നോക്കിക്കോ. മുകളിലല്ലടാ, താഴ്ത്തു നോക്കടാ. എന്തായി? പാമ്പ് ചേർത്തല്ലേ ഈരും കയറിക്കൂടാ. അതിന്റെ അകത്താണ് പാമ്പ്. എറിയാൻ തന്നാളല്ലോ. നീ ആ സിലിണ്ടർ ഒന്ന് അനക്കി നോക്കിയാ. സിലിണ്ടർ അതിന്റെ അടിയിൽ കയറി വളഞ്ഞിരിക്കണ വാട്സപ്പിൽ. ഇല്ല, പറയാൻ പറ്റടാ. അതിന്റെ അടിയിൽ നോക്കടാ. ഇവിടെ ഒന്നും ഇല്ല മണ്ടു. ഉണ്ട്. കിട്ടിയാ? എവിടൊക്കെ പാമ്പ് എന്ന് നോക്കാം. അയ്യോ പാമ്പ് അടിച്ച് പാമ്പ് അടിച്ചതാ. ഇടിക്കല്ല, കടിച്ച്. ഞാനിത് അങ്ങോട്ട് വരികയായിരുന്നു. ഈ ചവിട്ടിന് അവിടെ പാമ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ ചവിട്ടിന്റെ പിന്നാലെ വന്നത് അത്യനെ കടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. പേടിച്ചാ തലയിലേക്ക് വിഷം കയറൂട്ടാ. പേടിക്കല്ലേട്ടാ, തലയില് വിഷം കയറും. കൊയ്ക പേടിക്കല്ലേ. പല്ല് ശരിക്ക് ആഴത്തില് മണ്ടു. ഇത്തിരി തുണിക്കഷ്ണം വെള്ളം എടുത്തോ. പുറത്തോട്ട് ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. കാറ്റിനെ ഫാൻ ഇട്ടാ മതി. വേണ്ട, കറണ്ട് ബില്ല് കൂടുതലാണ്. പുറത്തോട്ട് പേടിക്കണ്ട, പേടിക്കണ്ട. ഞാൻ കാര്യമാക്കി ഞാൻ ഇരിക്കേ. ഞാൻ നടക്കാൻ. അയ്യോ ഓരോ ഏടങ്ങളാണ്. പടച്ച റബ്ബേ, ഇതിപ്പോ എന്താ ഉണ്ടായിച്ചുണ്ടാ?
ഞാൻ ഇങ്ങോട്ട് ആ പെപ്രാളത്തിൽ ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കടക്കലും നമ്മുടെ ആ ചവിട്ടിയുടെ മുകളിൽ അത് കിടന്നിരുന്നതേ. ഞാൻ ചവിട്ടുന്ന ഒരു സ്പോഞ്ചിന്റെ മാതിരി ഒരു ഇത് ഇങ്ങനെ തോന്നി. നോക്കിയപ്പോ തല അങ്ങോട്ട് പോക്കലും ഞാൻ അങ്ങടാ ചാടി. പിന്നെന്ന് പറഞ്ഞ സത്യനാരോ ഒറ്റ കൊത്താ. ഞാൻ ആ ചവിട്ട വേദനയോടുള്ള കടിയാണേ ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്താ കാണിക്കണ? നല്ലോണം മെസ്സ അയ്യോ ഞാൻ കടിച്ച് വലിച്ച് വിഷം അങ്ങോട്ട് തുപ്പിക്കളയാം. എന്ത് ഭ്രാന്താ ഇവൻ കാണിക്കണ? എടാ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിന്റെ വായിൽ മുറിവുണ്ടെങ്കിൽ ആ വിഷം കയറിയിട്ട് നീ ചത്തുപോകില്ലേ? അല്ലാണ്ട് ഇതിപ്പോ ഒരാളെ ചാവുള്ളത്, ഇപ്പൊ രണ്ടാളെ ചാവാനുള്ള പണിയാവാൻ നോക്കണം. നോക്ക് കാക്ക പറയണ നോക്ക്. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്റെ സത്യ എന്താ അല്ല അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ ഇരിക്ക് കോയേക്ക. മണ്ടു നീ പോയിട്ട് ഇത്തിരി സോപ്പും ഒരു പഴം തുണി കഷ്ണം ഇച്ചിരി വെള്ളം എടുത്തിണ്ടാ. എന്തിനിപ്പോ ഇനിയിപ്പോ സോപ്പും വെള്ളമൊക്കെ ഇപ്പൊ ഈ ആശുപത്രിയിൽ പോണ ആളിനെ ഇനിയിപ്പോ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ചെല്ല് തുണി മതിയില്ലേ? ആ ഒരു തുണി കഷ്ണം എടുത്തിണ്ടാ. സോപ്പൊക്കെ എന്തിനാ കുളിക്കാനും ഏതെങ്കിലും വണ്ടി വിളിക്കണോ? മറ്റേതിപ്പോ ഒരു ഇത് ചെയ്യട്ടെ. എന്തപ്പ എനിക്ക് തോന്നുന്നത് സത്യ? എന്താ പാമ്പ് കടിച്ചാ തോന്നുക കാക്ക? അതല്ലേ എന്നെ കടിച്ചിട്ടില്ലല്ലോ, അല്ല ഇപ്പൊ ചോദിക്കണം. അല്ലത് പേടിക്കരുത്, അതാ പറയണത്. പേടിച്ചിട്ട് കാര്യമില്ല. പേടിച്ചെന്താ ഉണ്ടാവുക? സരസിലേക്കാ കയറും ബേസം, അപ്പൊ കഴിയും. അതാ പറയണതേ. അപ്പൊ ആ നാരായണൻ എന്താ ഉണ്ടായി? നമ്മുടെ നാരായണന് ആ കാലത്ത് അത്രയും കൂടി ഉണ്ടായില്ല. വേറെ 2 കുത്ത ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് പാമ്പടിച്ച് വൈകുന്നേരം നയിച്ചില്ല. അപ്പത്തും കുയിലേക്ക് വെച്ചില്ലേ? ഈ കുറ്റം കണ്ട തന്തനോട് പറഞ്ഞാ പേടിപ്പിക്കല്ലേ? എന്ത് പറഞ്ഞ എന്ത് പേടിപ്പിച്ചത്? തോന അറിയണ്ടേ? പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഈ പറഞ്ഞായി. പേടിച്ച വിഷം സരസിന് കയറൂലേ? പേടങ്ങഴി നായിമാര് ഇത്രാവശ്യം പോകുന്ന 2 ആമക്കളാണ്. അവർക്കൊന്നും എന്തിനെങ്കിലും പോകുന്നെങ്കിൽ വേണ്ടില്ല. അയ്യോ എന്തൊരു മഴ ഇത്! ഇന്ന് അമർത്തി പെയ്യുന്നു, അതും ഇങ്ങനെ വേറിക്കൊണ്ടിരിക്ക. എന്തായാലും അവിടെ വെറുതെ കടയിലാരും ഇല്ലേ? ഉണ്ടോ? പുറത്തോട്ട് പോയിട്ടുണ്ട്. ആ പിന്നെ എന്തൊക്കെയാ രാഘവ വിശേഷങ്ങള്? നല്ല വിശേഷം. മകന്റെ വർഷാപ്പൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അല്ല മോന്റെ കല്യാണക്കാരി എന്തായി? പെണ്ണൊക്കെ ചോദിച്ചോണ്ടിരുന്നിരുന്നല്ലോ. ഏകദേശം ആയിക്കൊണ്ട് വരുന്നു. അതെയാ? ആ എവിടെ നോക്കിണ്ടായേ? ഇതിന്റെ അടുത്ത് തന്നെ. അതെല്ലേ? ആ അല്ല കൊറേ അലഞ്ഞതാണേ. ഇനിയിപ്പോ അധികം വെച്ചോണ്ടൊന്നും കിട്ടണ്ട. ശരിയായി അങ്ങോട്ട് വേഗം നടത്ത. അല്ല ഈ കുട്ടി എങ്ങനെയാ? സമ്പന്ന കുടുംബത്തിലത്തെ നല്ല തറവാട്ടുകാരാ? മോശമില്ല, നല്ല നല്ല തറവാട്ടുകാരനെ. ഒരു 101 പവനും 50 ലക്ഷം ഒക്കെ കിട്ടണ്ടാവൂലേ? അത്രയൊന്നും ഇല്ലപ്പാ. എന്നാലും ഇപ്പൊ അവന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചൊരു 75 പവനും 50 ലക്ഷം ഒക്കെ കിട്ടും. 75 പവനും കിട്ടുക? പിന്നെ കിട്ടില്ലേ? നിങ്ങളുടെ മകൻ ആരോ ഒരു വർഷാപ്പ് നടത്തുന്ന മുതലാളിയല്ലേ? അതെ. ഇനി ഏത് കുടുംബത്തിന് ഒരു പെണ്ണിനെ കൊടുന്നാലും മരണം വരെ നോക്കാനുള്ള ആസ്തിയില്ലേ അവനെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടണം. ഒരു 75 പവനും 50 ലക്ഷം ഒക്കെ ആരും കണ്ണു ചീമ്പി കൊടുക്കും ഇന്നത്തെ കാലം. അല്ല ഇതിപ്പോ എത്ര പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ ഞാനൊരു 40 പറഞ്ഞിട്ടുള്ളൂ. 40 ലക്ഷവും 50 പവനും. എന്താ രാഘവായി പറയണത്? നാളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവനെ വല്ല ബുദ്ധിമുട്ടോ ദാരിദ്ര്യം വന്ന് അവൻ പറയും അച്ഛൻ അങ്ങനെ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടേ കുടിക്കുന്നു. കിട്ടാനുള്ളത് ചോദിച്ചു മേടിച്ചു കൊടുക്കണം. അവസാനം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത്രയും കിട്ടുമല്ലേ? പിന്നെ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. മഴ തുറന്നിട്ട് പോന്നേ. ഈ മഴ തോറും എത്ര സമയമായി പെയ്യുന്നു. ഞാനൊന്ന് പോയിട്ട് വരാം. ഈ കാലത്തൊന്നല്ലേ ജീവിക്കണത്? സ്വന്തമായിട്ട് ഒരു തൊഴിലുള്ള മകന് ശ്രീധനില്ലാണ്ട് പെണ്ണിട്ട് ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കണത്? എന്റെ പൊന്നു മഴേ. അതിന്റെ മഴക്കാലമായ മഴ പെയ്യില്ലേ? മഴക്കാലോ? ഇതാ എടാ പ്ലാ 10 വരെ മഴക്കാലാണ്. പ്ലാം 10 കഴിഞ്ഞാ പ്ലാപ്പത്തിൽ ഒളിക്കാന്നാ പഴഞ്ചൊല്ലി. അതങ്ങനെയല്ല. അത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് തൈപത്ത് കഴിഞ്ഞ. എന്താ ഈ ചെക്കൻ ഒരു മറ്റേ യോജിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ പറയുന്നു പഴഞ്ചൊല്ലി? അതല്ലേ? അന്ന് എനിക്ക് മാറിപ്പോയതാ. ചെക്കൻ വന്നു കഴിഞ്ഞ ഒരു സാധനം മേടിച്ചിട്ട് പോവായിരുന്നു. ആളില്ലേ? അകത്ത് എന്തോ പണിയില്ലാ തോന്നുന്നുണ്ട്.
അതെ സുഖതാട്ടാ അതാ കുട്ടി പൈസ കൊടുക്കാന്നേ ആ വേറൊരു കാര്യം പറയാനുണ്ട്. ആർക്കെങ്കിലേ ഈ കടമുറി വല്ലതും വാടകയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. നമ്മുടെ ഈ പഞ്ചായത്തിലൊന്നും ഒഴിവുള്ള കടമുറി ഇല്ലട കുട്ടി, ഉണ്ടെങ്കിലൊക്കെ ഞാൻ അറിയില്ലേ. ഉണ്ടെന്നേ, നമ്മുടെ മറ്റേ ആടുവെട്ടുകാരൻ പോക്കറിക്ക ഉണ്ടായില്ലേ, പോക്കറിക്കാൻ്റെ കടമുറി ഇല്ലേ? ആര് നമ്മുടെ കോയ കച്ചവടം ചെയ്യണ കടമുറിയോ? അതിപ്പോ കൊടുക്കാണ്ട്. ആര് കൊടുക്കണ? 2 കൊല്ലായിട്ട് ഭാഗം കഴിയാണ്ട് അവിടെ കച്ചറ കൂടി നടക്കുകയാണ്. ഇനി ഒത്തുതീർപ്പായിട്ടില്ല അത്. എന്നാ ഒത്തീർപ്പായത്. നൗഷോ പറയടാ. ഇല്ല അതൊക്കെ തീരുമാനമായി. അത് മറ്റേ നമ്മളെ കടമുറിയും അവിടെയുള്ള സ്ഥലവും എനിക്ക്, പിന്നെ പെരയും ഇവിടുത്തെ സ്ഥലവും കാക്കും. എന്നാ ഇല്ല ഞാൻ ഇറങ്ങണം, ഇറങ്ങാൻ നിൽക്കുക. ശരി എന്നാ, ഓക്കെ. എന്താ ചായ കുടിക്കാണല്ലേ? കുടിക്കാം. അങ്ങനെ ഒരു കോള് വന്നപ്പേ. എന്തപ്പോ അവിടെ പീഡിയ മുറിയിൽ എന്തപ്പോ ചെയ്യണ അവിടെ? നമ്മളെ സൗഖ്യത്തില്ലേ, സൗഖ്യത്തിന് അവിടെ ഒരു പിന്നെ ഡൈ ക്ലീനിങ്ങിന്റെ ഷോപ്പ് പറഞ്ഞു. അല്ല അനക്കെന്തെങ്കിലും തുടങ്ങിക്കൂടെ ഒന്ന് പറഞ്ഞ? അവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള പരിപാടിയാ. പിന്നെ മറ്റേ ഞാനിപ്പോ എന്താ ഉണ്ടായി, നമ്മുടെ പീഡിയ മുറി ഇപ്പൊ എന്താ? വാപ്പുള്ള കാലത്ത് പോണല്ലേ, അതിന്റെ നിർത്തണത്. അല്ല ഞാൻ എന്നോട് ചോദിച്ചിട്ടാവാച്ചിട്ടാണ് ഞാൻ. അപ്പൊ എന്തപ്പോ അതിനൊരു വാടക കണക്കാക്കണ്ടേ? അതിപ്പോ നിങ്ങളെ ഇഷ്ടത്തിന് എന്താ വെച്ചിട്ടുണ്ടെങ്കി വെറുതെ ആക്കണ്ട. അല്ല അത് എന്തേലും ഒരു കണക്ക് വെച്ചോ, അത് നല്ലതാണ്. നിങ്ങൾ വെച്ചാൽ മതി. ഹലോ, ബാബു, ഞാൻ ഇറങ്ങിയാണ്. എവിടെ എത്തി? ഈ തറവാട്ടിലേക്ക് വാ. ശരി, ഞാൻ ചാവടി ചാലട്ടോ. ഞാൻ ചാവടി. ചായ കുടിക്ക്. നിങ്ങൾ കുടിച്ചോ? ഞാൻ കുടിച്ച എത്ര നേരം ഞാൻ കാത്തിരുന്നത്. അപ്പൊ അത് ചൂടറിയുണ്ടാവും. ഇല്ല, നല്ല പുട്ടും കടലാണ്. വാസുദേട്ടാ ഇരിക്കി. എന്താ പിന്നെ കൊറേ അല്ല കണ്ടിട്ട്? പിന്നെ എന്താണ് കഴിഞ്ഞ ഞായറാഴ്ച വരണ്ടാണ് ഞാൻ. അപ്പൊ അങ്ങോട്ട് കാശ് തരാനില്ല. ഞാനേ ഒരു 500 റുപ്യ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ ഇതിന്റെ കടം വീട്ടാൻ വേണ്ടി വന്നാണ്? അല്ലടോ, അത് എപ്പോഴായാലും തരണ്ടേ. കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെന്താ വിശേഷപ്പ്? എനിക്കൊന്നുമില്ല. വിശേഷപ്പ് ഇവിടെ അല്ലേ. അതൊക്കെ വീടിന്റെ ഭാഗം വെക്കലൊക്കെ എങ്ങനെയായി? അതിപ്പോ ഈ 25 സെന്റ് സ്ഥലവും പറയണും വീടും എനിക്ക്. അപ്പൊ നമ്മുടെ മുള്ളൂർക്കരയുള്ള പീഡിയ മുറി ഉണ്ടല്ലോ, അപ്പൊ 12 സെന്റ് സ്ഥലവും 6 പീഡിയ മുറി ഓനക്ക് കൊടുക്കാന്നുള്ള നിലക്ക്. അപ്പൊ നിന്റെ കച്ചവടം? അപ്പൊ അതിപ്പോ എനിക്ക് തന്നെ കച്ചവടം ചെയ്യാം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു വാടക മാസം കൊടുത്താൽ മതി എന്നുള്ള നിലക്കാണ്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഈ വീട് ഇപ്പൊ ആരെങ്കിലും ഒരാൾ നോക്കണല്ലോ. ഇത് തറവാടല്ലേ, ഇതിപ്പോ തട്ടിപ്പൊളിച്ച് കളയാൻ പറ്റൂലല്ലോ. അല്ല പോയാ അന്റെ കെട്ടിയോള് എന്റെ കുടുംബത്തിൽ ഒരൊറ്റൊരുത്തല്ലേ ഉള്ളൂ, വാപ്പയ്ക്കും വയ്ക്കും. ഒരു മോള്. അപ്പൊ അവരുടെ കാലശേഷം ആ വീടും പറമ്പൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ? അതാ ഇത് കിട്ടും. മൊയ്തുവിന്റെ കാര്യം അങ്ങനെയാണോ? അവന് വീടുണ്ടോ? അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 സെന്റ് സ്ഥലവും വീടും അവന് കൊടുത്താൽ അവനൊരു വീടായില്ലേ? നീയാണെങ്കിൽ വാപ്പുള്ള കാലം മുതലേ കച്ചവടം ചെയ്യണതാണ് ആ കടമുറി. അതുകൊണ്ട് അനക്ക് അവിടെ ഒരു ബിസിനസ് ആയി. അപ്പൊ അതെന്താ ആലോചിക്കാൻ? നമ്മളിപ്പോ ഈ കാശും പണം വെച്ചിട്ടല്ല, എന്താ വെച്ചാല് സമാധാനം വേണല്ലോ. ഇപ്പൊ അതെന്താ പറയുക, അത് നിന്റെ നല്ല മനസ്സാണേ. അല്ലെങ്കിൽ ഈ 2-2.5 കോടി ഉൾപ്പെടെ മുതൽ അനിയനെ വിട്ടുകൊടുത്തിട്ട് നീ ഈ പട്ടിക്കാട്ടിലുള്ള വീട് ഏറ്റെടുക്കുവോ? എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ പോവാ? ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ ഇറങ്ങാൻ നിൽക്കാ. ചെലവുണ്ട് കേട്ടാ. 2-2.5 കോടി ഉൾപ്പെടെ മുതലല്ലേ കയ്യിൽ വന്നിരിക്കണേ. വാപ്പാന്റെ ആഗ്രഹം പോലെ നടന്ന അത്രേ ഉള്ളൂ. അല്ല അത് നന്നായി. ഇപ്പൊ തീരുമാനം ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളോ. അങ്ങനെ തീരുമാനം ഒന്നും ആയിട്ടില്ല. തീരുമാനം ആയില്ല? എളാപ്പ ഒന്നില്ല എന്താ പറഞ്ഞിനി? എന്ത് എളാപ്പ ഒന്ന് പറഞ്ഞത്? എളാപ്പിച്ചും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ വന്നങ്ങോട്ട് പറഞ്ഞു. എളാപ്പ ഞാനും കൂടി എളാപ്പനെ വിളിച്ചു വരുത്തി നിങ്ങളല്ലേ? ഇജിപ്പോ സുഖദേട്ടൻ പറഞ്ഞു കേട്ടോ, അതില് ന്യായമുണ്ടോന്ന് വെച്ച് കേട്ടോ. സുഖദേട്ടൻ എന്താ പറഞ്ഞേ? സുഖദേട്ടൻ പറഞ്ഞ എന്താ വെച്ചാല്, എനിക്കിപ്പോ ഭാര്യ വീട് ഇപ്പോ അവളുടെ പേരിലേക്കാണ് ഇപ്പൊ എന്തായാലും അവരുടെ കാലശേഷം അത് കിട്ടുക. അപ്പൊ അത് കിട്ടുമ്പോ പിന്നെ വേറൊരു വീട് എന്തിനാണ് എനിക്ക്? അനക്കല്ലേ വീടില്ലാത്തതെന്ന്. അപ്പൊ വീട് ഇച്ചെടുക്കുക, പീടിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. ഒക്കെയാണ് പീഡ കച്ചവടം ചെയ്ത് ശീലമുള്ളത്.
അപ്പൊ അത് എനിക്ക് തരാം. അതാണ് അതിന്റെ ന്യായം. ശരി, ന്യായം നിങ്ങൾ നോക്കണ്ട, ഇവിടെ ബാപ്പേന്റെ ആഗ്രഹം നോക്കിയാൽ മതി. ഏതാപ്പിം ബനും കൂടിയിട്ട് ഒത്തിട്ടുള്ള കളിയാണ്. ഞാൻ ഇക്കും എടുക്കില്ല പറഞ്ഞിട്ട് ഞാൻ കടിഞ്ഞുകോട്ടനാണെന്നാണ് അത് എനിക്ക് മനസ്സിലായിക്കണേ. ഇവിടെ എന്റെ കളിയാണ്. നിങ്ങൾ സൂര്യാട്ടും കൂടി ഒരു നാടകം നടന്നിരിക്കണം. എന്ത് നാടകം നടക്കണ ചങ്ങായി? അല്ല, ഇങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവിടെ എല്ലാം ഒത്തുതീർപ്പായിട്ട് നിൽക്കല്ലേ? അതിന്റെ ഇടയ്ക്ക് വന്ന് കുത്തിത്തീർപ്പ് ഉണ്ടാക്കേണ്ട വല്ല കാര്യം നിങ്ങൾക്ക് ഉണ്ടോ? എന്ത് കുത്തിയിരിപ്പ്? അതെ അതെ, എന്നെ വെറുതെ ഇതിൽ വലിച്ചേക്കണ്ട. ഞാനൊരു ന്യായം പറഞ്ഞു എന്നേ. അതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ തന്നെ ന്യായം, തെറ്റൂല ഇത്. അതെ, എന്നെ വെറുതെ ഒന്നും പറയരുതിട്ടാ, ഞാൻ എന്റെ പണി നോക്കി പോവാ. അല്ല, നിങ്ങൾ എവിടെ പോവാ? നിങ്ങൾ ഇവിടെ ഇരിക്കേ. നിങ്ങളായി നിങ്ങളുടെ കുടുംബക്കാരായി. അല്ല പിന്നെ ഒരാള് ഇക്കൊരാളും എന്നോട് പറയാനില്ല, അങ്ങനെ ആയിപ്പോയി. കള്ള ഹിമാറ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുടുംബത്തിൽ വന്ന് ഇടപെട്ട് പോവുക. ഇക്ക് പീഡക്കച്ചവടം ചെയ്ത് ശീലമുള്ള ഇക്കാണ്. വാപ്പ പറഞ്ഞ മാതിരി തന്നെ ആയിക്കോട്ടെ, ഞാൻ ആ സ്ഥലം എടുക്കും, എനിക്ക് ഈ പൊരയിടം തോന്നും. ഈ പെരയുടെ ഞാൻ എടുത്ത് നിങ്ങൾ അതന്നെ പറഞ്ഞ. അപ്പൊ അനക്കൊക്കെ കാശിന്റെ മുതലിന്റെ നിങ്ങൾക്കൊക്കെ ആർത്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണിന് പെടുന്ന ഇഷ്ടം കിട്ടാണ്ട്. എനിക്ക് ആ വീട് കിട്ടു, എനിക്ക് ഈ വീട് കിട്ടണ്ടല്ലോ. പിന്നെന്താണ്? എനിക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥല്ല പോയത്. ഈ സർക്കാർ ഉദ്യോഗമൊക്കെ ഞാൻ പഠിച്ചുണ്ടാക്കിയതല്ല. അതേമാതിരി ഇക്ക അറിയുന്നത് വീട് കച്ചവടാണ്. അപ്പൊ ആ വീട് കച്ചവടം നിങ്ങൾ കച്ചവടം നടത്തൂല. അഞ്ച് നടത്തൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിലാണ് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ കള്ളമായി പോലീസ് സ്റ്റേഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥ എന്ത് ചെയ്യുന്നേ? ഒരു കള്ളതായി. അതെ, ചിന്തോടെ വർത്താനം പറഞ്ഞത് എളാപ്പനെ ഞാൻ കാണിച്ചത്. എളാപ്പനെ പുളാപ്പനാണ്. എളാപ്പന അല്ല സുഭാഷേ, നമ്മൾ 5 സെന്റായിട്ട് ഞാൻ കൊടുക്കണില്ല. കൊടുക്കണമെങ്കിൽ ഒരു 20 സെന്റ് ആണെങ്കിൽ കൊടുക്കും. നോക്ക്, ആലോചിച്ചിട്ട് വീട്ടുകാരോട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി ശരി. എന്റെ സുമേഷേട്ടാ, 9 മണി മുതൽ ഞാനിവിടെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് വേറെ ആവശ്യങ്ങളുള്ളല്ലേ. ഇയാൾ എന്റെ പുറകെ കൂടി, അതാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇയാൾ കരങ്ങിന്റെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലേ? ആ സുമേഷേട്ടോടെ എങ്ങടാ പോണി നോക്കിയാണ്. അപ്പളാ പറഞ്ഞു മന്മഥൻ 10-25 സെന്റ് സ്ഥലം വെക്കുന്നുണ്ട്, അത് നോക്കാൻ പോവാന്ന്. അപ്പൊ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാ. 25 20. അതെ അതെ സുമേഷേട്ടാ, അതേണ്ട ആ മൂലയില്ലേ, ആ മൂലയ്ക്ക് നിന്നാണ് നമ്മളൊരു 20 സെന്റ് സ്ഥലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ മതില് പൊട്ടിക്കും. മതില് പൊട്ടിച്ചിട്ട് അതുവഴിക്ക് വഴിയിടും. അപ്പൊ റോഡ് ഫ്രണ്ട് ആവും. അല്ലപ്പ അവിടെ ഒന്നും ഇല്ലല്ലപ്പാ. എന്തില്ലാന്ന്? ഉണങ്ങി കിടക്കുന്ന കുറെ കഴുങ്ങല്ലേ ഉള്ളു. വാങ്ങണവർക്ക് എന്ത് വേണോ ചെയ്യാലോ. അപ്പൊ ഞാനിത് കൊടുക്കാൻ ഉദ്ദേശിക്കണത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപ സെന്റിന് കിട്ടുമെങ്കിൽ കൊടുക്കും. എടാ, ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു സെന്റിന് എനിക്ക് 4 ലക്ഷം ഉറുപ്പ് വെച്ച് കിട്ടും. ഇപ്പൊ എന്തിനാണ് ഇത് ഇത്ര പെട്ടെന്ന് കൊടുക്കണേ? ഞാൻ എന്റെ കൂടെ വന്ന് എന്റെ വഴി കൊടുക്കാനാണ്. എനിക്കിപ്പോ സുമേഷേട്ടനായാലും മന്മഥനായാലും ഒക്കെ വേണ്ടപ്പെട്ടവരല്ലേ. ഞാനുള്ളൊരു കാര്യം പറഞ്ഞതാ. ഇനിയിപ്പോ പെട്ടെന്നൊരു സ്ഥലം വെക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു മോളല്ലേ ഉള്ളൂ. നമ്മളിപ്പോ ഇതൊക്കെ മേടിച്ചിട്ടേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോ ഇതിന് വിൽക്കുക, ആ കാശെടുത്ത് ചെലവാക്കുക, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ അത്ര പെട്ടെന്ന് ഇപ്പൊ എന്താ ആവശ്യം? ആവശ്യം ഉണ്ടായിന്ന് കൂട്ടിക്കോ എന്റെ വീട്ടില്. ഓ, അപ്പൊ മോളുടെ കല്യാണം ശരിയായി എന്നർത്ഥം. ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒത്തു വന്നൊരെണ്ണം. അത് പറ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭംഗിയിൽ കഴിച്ചു കൊടുക്കണം. പേര് കേട്ട തറവാട്ടുകാരല്ലേ, മോശമാക്കാൻ പറ്റില്ല. ഒന്നേ ഉള്ളൂവേ. അതെ അതെ, അത് വൃത്തിയായിട്ട് നടത്തണമല്ല. എത്ര മോൾക്ക് ശ്രീധരം കൊടുക്കണം? ഏതൊന്നുമില്ല, ഒരു 50 പവനും 40 ലക്ഷം രൂപ. ഒരു മര്യാദയാണ് അല്ലേ? ഞാനേ ഒന്നുമില്ല സുഗത, നല്ല തറവാട്. തറവാട്ടി പറഞ്ഞല്ലേ ചെക്കൻ. അതുപോലെ. പയ്യൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാ ജോലി ചെയ്യുന്നത്? അല്ല, പയ്യൻ ഗവൺമെന്റ് എംപ്ലോയി അല്ല. അല്ലേ? അല്ല അല്ല അല്ല. പിന്നെ അവന് വർക്ക്ഷോപ്പാ. എന്ത് വർക്ക്ഷോപ്പ്? ഒരു ലോറി വർക്ക്ഷോപ്പ്. അവന് കുറച്ച് 10-15 പണിക്കാരൊക്കെ ഉണ്ടേ. നല്ല ഇരിക്കണേ, കുഴപ്പമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ട പയ്യനെ 50 പവനും 40 ലക്ഷവും. എടാ, നിന്റെ ഏട്ടന്റെ മകളെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ കെട്ടിയത്. നീ മോശമാവാൻ പാടുവോ? പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വർക്ക്ഷോപ്പ് പണിക്കാരനോ അല്ലെങ്കിൽ വല്ല കച്ചവടം ചെയ്യണവർക്കൊക്കെ ഈ പറഞ്ഞ ശ്രീധരൻ അങ്ങോട്ട് കൊടുത്താണ്ടല്ല, അവരാ കാശ് മുഴുവനും മേടിച്ച് വല്ല ബിസിനസ്സിന് ഇറക്കും. എന്നിട്ട് വഴിയാധാരം ഉണ്ടാവും. അല്ല, ഞാൻ മോളുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞതാ. വർക്ക്ഷോപ്പുകാരന് കാലം മാറി മന്മത. ഇപ്പൊ ഇലക്ട്രിക് യു ആണ്. ഇനി പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വണ്ടി നിൽക്കും. അപ്പൊ അമ്പോന്ന് മിഴിച്ചു നിന്നിട്ട് കാര്യമില്ല. ആലോചിച്ച് കണ്ടൊക്കെ ചെയ്യേ, അത്രേ ഉള്ളൂ. എന്നാ ഞാനങ്ങടെ ഇറങ്ങട്ടെ. അല്ല, ഒരു ചായ കുടിച്ചിട്ട് പോയാ. അതൊന്നും വേണ്ടതേ, അത് പിന്നെ ആവാ. ഞാൻ പറഞ്ഞു എന്നല്ലോ കേട്ടോ. സുമേഷേട്ടാ, വൈകിട്ട് അവിടെ കാണാം. ശരി.
സുമേഷേട്ടാ, ഈ സുഗതം പറഞ്ഞതിൽ കാര്യമുണ്ട് അല്ലേ? ഇത്രയും പൈസ ശ്രീധരൻ കൊടുത്തൊരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് എന്റെ മോള് കെട്ടിക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, സുഗതം പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാണ്ടേ, ഇപ്പൊ ഇലക്ട്രിക് യുഗമാണ്. അപ്പൊ ഈ വർക്ക്ഷോപ്പൊക്കെ ഈച്ച അടിച്ചിട്ട് അവിടെ ഇരിക്കേണ്ടി വരും, ഒന്നും കാണില്ല. സുഗതം വന്നത് നന്നായി. ഓ, രാഘവൻ ചെക്കൻ്റെ തന്തേ. ഹലോ, ആ രാഘവട്ട പറയൂ. എന്താ പറഞ്ഞ ശ്രീധരൻ പോരാന്നോ? പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? 101 പവനും 50 ലക്ഷം. എന്നാലേ രാഘവട്ട, ഞാനങ്ങോട്ട് തുറന്നു പറയാം. തൽക്കാലം ഞാൻ ഈ ഒരു ബന്ധം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇല്ലല്ല, ചോദിച്ചോണ്ടല്ല. അല്ലെ, നിങ്ങളെ ഈ പറഞ്ഞില്ലേ, ഈ വർക്ക്ഷോപ്പുമായിട്ടിരിക്കണ ഈ ചെറുക്കനില്ലേ, അവനിപ്പോൾ ഇത്രയും കൊടുത്ത് കെട്ടിക്കേണ്ട ഒരു ഇതില്ലാന്നാണ് ഞാനിപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. അല്ലല്ല, അത് നിങ്ങൾ അങ്ങനെ പറയാം. നിങ്ങൾ ഇല്ല, അത് പറയല്ലേ രാഘവട്ടെ, അത് പറയല്ലേ. ചേട്ടാന്ന് വിളിച്ച് വേണ്ട, എന്നെ കൊണ്ട് വേറെ വിളിപ്പിക്കരുത്. നിങ്ങൾ സംസാരം ക്ലിയർ ആക്കണോ. ഞാൻ അലമ്പാണെങ്കിൽ ഞാൻ അലമ്പാണ് കേട്ടാ. താൻ പോടാ അവിടുന്ന്. താൻ എന്ത് കണ്ടിട്ടാ താൻ സംസാരിക്കണേ? നിങ്ങളെ പ്രായം ഓർത്തിട്ടാണ്. താൻ മറ്റേ ലോറി ഓടിച്ചിരുന്ന ആളാണെന്ന് എനിക്കറിയാം. ആ സംസ്കാരം അത് എൻ്റെ അടുത്ത് കാണിക്കണ്ട. താൻ നിങ്ങൾ വീട്ടിൽ കാണിച്ചാൽ മതി. വെച്ചിട്ട് പോടാ. സംസാരിക്കണമേ കച്ചട. കണ്ട, നന്നായി എന്നുള്ളതാ, നന്നായി. ഇത് ഈ വീട്ടിൽ എൻ്റെ മോള് കയറി ചെന്നെങ്കിൽ എന്തായിരുന്നല്ലോ എൻ്റെ മോളുടെ അവസ്ഥ? അയ്യേ, നമുക്ക് സ്ഥലത്തിന്റെ കാര്യം ഏത് സ്ഥലം ഇതിന്റെ കൊടുക്കണം? വേണ്ട, ഇപ്പൊ നമുക്കേ സുഗതം പറഞ്ഞ പോലെ ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോ ഇത് വില കൂടുതൽ കിട്ടുക. അപ്പോഴും നമുക്ക് ആലോചിക്കാം സുമേഷ്. ഞാനേ ഇപ്പൊ ആദ്യം നല്ലൊരു ചെക്കനെ ഒന്ന് കണ്ടെത്തണം. എന്റെ മോക്കൊരു ഇപ്പൊ വേണ്ട സുമേഷ്, നമുക്ക് പിന്നെ ആലോചിക്കാം. നല്ല പ്രൊപ്പോസൽ ഞാൻ വീട്ടിലാണ്. ഇന്ന് കൂടെ കണക്കവതരണം പരിപാടിയൊക്കെയാണ്. നിങ്ങൾ കാര്യം ചെയ്യ്, നിങ്ങൾ ആ വാസുകേട്ടനെ കൊണ്ടേ മില്ലിക്ക് പോയിക്കോ. നിങ്ങൾ മനുഷ്യ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്ക് സ്ത്രീധനം കിട്ടിയ 101 പവനാ നിങ്ങളുടെ അച്ഛൻ കൊണ്ട് ബാങ്കിൽ പണയം വെച്ചേക്കുന്നത്. അതിപ്പം ലേലം വിളിച്ച് പോവും. ഇപ്രാവശ്യം കണക്കവതരിപ്പിക്കുന്ന സമയത്ത് വെറുതെ ബായം പൂട്ടി നിൽക്കരുത്. നീ എന്നെ കൊണ്ടന്നെ മുഴുവൻ പറയിപ്പിക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് അങ്ങോട്ട് പറയണം കേട്ടോടി. അച്ഛൻ വിചാരിക്കേ നമുക്ക് ആർത്തിയാന്ന് വിചാരിക്കില്ലേ? ചോദിക്കാം. നീ അച്ഛനെ സഹായിക്കാൻ വേണ്ടി നടന്നോ? നീ ഇവിടെ നിന്ന് കൈ വെച്ച് നോക്ക്. അതല്ലടി, പേടിച്ചിട്ട് കണ്ട കടാന്നാണ് നഞ്ഞടിക്കണത്. അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല, വായല് സൗണ്ടേ വരില്ല എനിക്ക്. വേറെ അല്ല, ഞാൻ ഗതി കേട്ട് പോയത്. സുഖേട്ടാ, ഒന്നും ഇങ്ങോട്ട് വരി. അത് ഇപ്രാവശ്യം കാര്യങ്ങൾ അങ്ങനെ പോകാന്നൊന്ന് നോക്കാം. നമുക്ക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ മാതിരി വരുതിക്കല്ല വരണ വെച്ചെങ്കിൽ പിന്നെ വായും പൂട്ടി ഇരിക്കരുത്. അടുത്ത പ്രാവശ്യം ആ സീറ്റിൽ കയറിയിരിക്കാനുള്ള എല്ലാ ആലോചനയും ഇപ്പൊ തന്നെ ഉണ്ടായിക്കോട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയും. ഞാൻ എന്താണ്, കട്ടപ്പുറത്ത് നിൽക്കുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 20 ലക്ഷം ഉറുപ്പ്യ തരാൻ പറഞ്ഞാലോ? നിങ്ങൾ എന്തിനാണ് ഇനിയിപ്പോൾ അതൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കണത്? നിങ്ങൾ ആ കസാരയിൽ കയറിയിരിക്കാൻ നോക്കി, മൂത്ത മകനല്ലേ നിങ്ങൾ. ചെക്ക എന്തായാലും പറഞ്ഞിട്ട് കാശ് മേടിച്ചെടുക്കാൻ നോക്കണം. ആ പാരിജാതനും അച്ഛനും കൂടിയിട്ട് ദൂർത്തടിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വായി പൊളിച്ചിരുന്നാൽ മതി. ഈ സത്യാവസ്ഥ പറയട്ടെ നിങ്ങളുടെ അടുത്ത്. നമുക്ക് എന്ത് തരണെങ്കിലും തന്ത പിടിക്കേ കട എടുക്കേണ്ട വരും. 10 പൈസ കയ്യിലില്ല. മണ്ട കൊസേര എന്റെ അമ്മ, മാമനെ ബാക്കി സൈഡ് നോക്കിയിട്ട് കാര്യമില്ലേ, അതൊന്നും കിട്ടാൻ പാടില്ലേ. മാമൻ കണക്കവതരിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അവലുദാനമുണ്ട്. മാമന്റെ ദാനം തന്നെ. മാമൻ
വെറുതെ കഴിച്ചോ. ഏട്ടാ ഇതൊക്കെ കുറെ ഓവറാണ് കേട്ടോ. ഏട്ടാ കുറച്ച് മതി. ഓ ഏട്ടാ ഞാൻ എടുത്തോളാം. ഇത് രാവൂട്ടാ പോയാ കുചേരൻ കൃഷ്ണൻ അവര് കൊടുത്ത മാതിരിയാണ്. സൂക്ഷിച്ചങ്ങോട്ട് തിന്നു അതിന്റെ മുതലൊക്കെ അങ്ങോട്ട് പോവും കുചേരന്റെ അടുത്തേക്ക്. മാമ അവിടെ കിടക്കട്ടെ. അപ്പോ പ്രിയപ്പെട്ട മക്കളെ, മരുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ വർഷത്തെ കുടുംബ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് 1-2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. നമ്മളുടെ മാസമുള്ള ചെലവിന് തന്നെ വട്ടിപ്പലിശക്കാരൻ്റെ അടുത്ത് പൈസ കടം വാങ്ങിയിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോണത്. ചെലവ് ഒരുപാടുണ്ട്, വരവില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം കാറ് വാങ്ങണം പറഞ്ഞു, നമ്മൾ കാറ് വാങ്ങി. കാറിൽ നിന്നൊന്നും ഒരു വരുമാനം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കണം, അതിന് നിങ്ങൾ സമ്മതിക്കില്ല. ഒപ്പം തന്നെ നമ്മുടെ മന്മഥൻ്റെ കയ്യിൽ നിന്ന് വലിയ പൈസയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോണത്. ഒപ്പം നമ്മളുടെ കാർഷിക രംഗമൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കുകയാണ്. വേണ്ട രീതിയിൽ കൃഷി അതൊന്നും ലാഭകരമായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു ഉപ്പേരിക്ക് വേണമെങ്കിൽ തന്നെ അടുത്ത പറമ്പെന്ന് പോയിട്ട് സാധനം വാങ്ങിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. ഇത് കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കണം. അപ്പോൾ പ്യാരി വായിക്കും, അത് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കൈയടിച്ച് പാസ്സാക്കാം കേട്ടോളേ. എന്തിനാണ്ടാ വടി എടുത്ത് കളിക്കണത്? ഇവിടെ വെക്കേ വെടിക്കവിടുന്ന് വടി പിടിക്കാൻ അറിയില്ല, അല്ലാണ്ടൊന്നും അറിയില്ല. അവിടെ നിൽക്ക്. ആ, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, എല്ലാവരുടെയും അനുവാദത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ബഹുമാനപൂർവ്വം ഞാൻ ഈ കുടുംബത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സൂക്ഷിക്കണം. സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബം ഈ വർഷം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചെലവ് കൂടുതലായതിനാൽ ചില പരിഷ്കാരങ്ങളും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ സോപ്പ്, പൗഡർ, പേസ്റ്റ് എന്നിവ ഇപ്പോൾ ലഭിക്കുന്ന അളവിൽ ലഭ്യമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന്റെ ഉപയോഗം എല്ലാവരും കുറക്കണമെന്ന് ഒരു നിർദ്ദേശം നടത്തുന്നു. ഇപ്പൊ തന്നെ ഒന്നും തികയണില്ല, ഇനി കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. വെള്ളത്തിന്റെ ഉപയോഗം കുറക്കാൻ ദിവസേന അത്യാവശ്യമുള്ളവർ മാത്രം കുളിക്കുക. നമ്മുടെ കുടുംബത്തെ ലഹരി ഉപയോഗം ഘട്ടം ഘട്ടമായി കുറക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ അളവ് കുറക്കും. ആവശ്യക്കാർക്ക് വേണ്ടുവോളം മദ്യം 24 മണിക്കൂറും നമ്മുടെ അടുക്കളയിൽ നിന്നും പണം കൊടുത്തു വാങ്ങാവുന്നതാണ്. അതിന്റെ ഉത്തരവാദിത്തം രാഘവേട്ടനെ ചുമതലപ്പെടുത്തുകയാണ്. 1-ാം തീയതി ലഭിക്കാതിരുന്ന മദ്യം ഇനി മുതൽ 365 ദിവസവും 24 മണിക്കൂറും നമ്മുടെ വീട്ടിൽ ലഭ്യമാവുന്നതാണ്. പിന്നെ പുറത്തു നിന്നുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ തറവാട്ടിൽ അനുവദിക്കുന്നതല്ല. അച്ഛൻ അറിയാതെ പറമ്പിൽ വാറ്റ് നടത്തുന്നത് കർശനമായി നിയന്ത്രിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു പ്രധാന നിർദ്ദേശം, സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി സമ്മാന കൂപ്പണുകൾ അടിച്ചിറക്കും. അത് സ്ത്രീകളും നമ്മുടെ കുടുംബാംഗങ്ങളും റോഡിൽ നടന്ന് വിറ്റ് ഇനി അധിക ചെലവിനുള്ള പണം കണ്ടെത്തേണ്ടതാണ്. ഈ പണിയൊന്നും എടുത്ത് പോരാണ്ട്